എംപ്ലോയീസും സർക്കാരിന്റെ ഒരു നയത്തിനും എതിരായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. സർക്കാരിന്റെ സ്ത്രീകൾക്ക് സൗജന്യം എന്ന് പറയുന്ന പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. സർക്കാരിന്റെ നയം പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതിന് പൊതുവിദ്യാഭ്യാസം പോലെയോ അല്ലെങ്കിൽ പൊതുജനാരോഗ്യം പോലെയോ പൊതുഗതാഗതവും സർക്കാരിന്റെ നയമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കാര്യമാണ്. KSRTCയും അതിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറയുന്നത് മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ ധാരാളം സൗജന്യങ്ങൾ നൽകുന്ന ഒരു സ്ഥാപനമാണ് KSRTC. കുട്ടികൾക്ക് കൺസെഷൻ സൗജന്യം നൽകുന്നു. MLA മാർക്ക് MP മാർക്ക് 50,000-ലധികം അംഗപരിമിത പാസുകൾ നൽകുന്നുണ്ട്. പത്രക്കാർ ഉൾപ്പെടെയുള്ളവർക്കും പാസ് നൽകുന്നുണ്ട്, സൗജന്യ പാസ് നൽകുന്നുണ്ട്. അപ്പോ നാട്ടിലുണ്ടാകുന്ന ഈ നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടാകുമ്പോൾ KSRTC സർക്കാരിന്റെ ഭാഗമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നതാണ്. കോവിഡ് വന്നപ്പോഴും നിപ്പ വന്നപ്പോഴും വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴും എല്ലാം KSRTC സർക്കാരിന്റെ നയത്തിനനുസരിച്ച് ഒപ്പം നിന്ന് തോളോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചൊരു സ്ഥാപനമാണ്. മാത്രമല്ല, കഴിഞ്ഞ സർക്കാരിന്റെ ഒരു നയമായി ഗ്രാമവണ്ടി എന്നൊരു സംവിധാനം KSRTC നടപ്പിലാക്കിയിരുന്നു. അത് 58 ഗ്രാമപഞ്ചായത്തിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഡീസലിന്റെ പണം മാത്രമാണ് KSRTC കിട്ടുന്നത്. വണ്ടിയുടെ തേയ്മാനം, ജീവനക്കാരുടെ ശമ്പളം എല്ലാം KSRTC സഹിച്ചുകൊണ്ടാണ് ഈ സർവീസ് നടത്തുന്നത്. അപ്പോ അത്തരത്തിലുള്ള സർക്കാരിന്റെ പൊതുജന ഉപകാരപ്രദമായ ഒരു നയത്തിനും KST എംപ്ലോയീസ് സംഘം എന്ന് പറയുന്ന സംഘടന, BMS സംഘടന എതിരല്ല. നമ്മൾ പറയുന്നത് ജനങ്ങളുടെ ഈ ആവശ്യത്തിന് സർക്കാർ കൊടുക്കുന്ന പ്രാധാന്യം, പൊതുജനാരോഗ്യത്തിനും പൊതുവിദ്യാഭ്യാസത്തിനും എല്ലാം സർക്കാർ ധാരാളം പണം വിനിയോഗിക്കുന്നുണ്ട്. അത് സർക്കാർ ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ അതേ തരത്തിൽ തന്നെ പൊതുഗതാഗത നയവും സർക്കാരിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ KSRTCയെ സർക്കാർ ഡിപ്പാർട്ട്മെന്റാക്കി മുന്നോട്ട് കൊണ്ടുപോകണം. ഈ സ്ഥാപനത്തെ കൂടുതൽ സർവീസുകൾ ഉൾപ്പെടുത്തി, അതായത് ഇപ്പോ പ്രതിപക്ഷ MLA മാർ പറയുന്നു വടക്കൻ മേഖലകളിൽ സർവീസ് കുറവാണ്. അപ്പോ കഴിഞ്ഞ 10 വർഷം അവർ ഭരിച്ചതാണ്. KSRTCയുടെ വ്യാപനം, അതായത് പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ മറ്റ് ജില്ലകളിലേക്ക്, തെക്കൻ ജില്ലകൾ ഒഴിച്ച് വടക്കൻ ജില്ലകളിലേക്ക് അവർ ചുരുക്കിക്കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പോ ഇപ്പോഴത്തെ അവരുടെ നിലപാട് അവരുടെ രാഷ്ട്രീയമാണ്. നമുക്ക് അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയവുമില്ല. നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വിശപ്പിന്റെ രാഷ്ട്രീയമാണ്. ജീവനക്കാരുടെ അവകാശങ്ങൾ ഹനിക്കുന്ന ഒരു സമീപനവും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകില്ല എന്നുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ നയത്തെ, അതായത് സ്ത്രീകൾക്ക് സൗജന്യം നൽകുന്ന നയത്തെ സർവാത്മന സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ ആവശ്യം വ്യക്തമാണ്. KSRTCയെ സർക്കാർ ഡിപ്പാർട്ട്മെന്റാക്കി സർക്കാരിന്റെ ഭാഗമായി ഉണ്ടാകുന്ന എല്ലാ നയപരമായ തീരുമാനങ്ങൾക്കും ഒപ്പം നിന്ന് പ്രവർത്തിക്കാൻ വേണ്ടി ഉതകുന്ന രീതിയിൽ KSRTCയെ മാറ്റിയെടുക്കണം എന്നാണ്. മുമ്പ് KSRTC ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നതാണ്. സർക്കാരുകൾ മാറി വരുന്ന സർക്കാരുകളുടെ നയം അനുസരിച്ചാണ് KSRTC പ്രവർത്തിക്കുന്നത്. അപ്പോ ഇത്തരത്തിലുള്ള നയങ്ങൾ പ്രവർത്തി കൊണ്ടുവരുമ്പോൾ ജീവനക്കാരുടെ ഭാഗം കൂടെ കേൾക്കുവാനുള്ള, ജീവനക്കാരുടെ അവകാശങ്ങൾ കൂടെ സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള നടപടി കൂടെ ഉണ്ടാകണം. അതിന് ഒരേ ഒരു പോംവഴിയേ ഉള്ളൂ, KSRTCയെ സർക്കാർ ഡിപ്പാർട്ട്മെന്റ് ആക്കുക തന്നെയാണ്. തീർച്ചയായും ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ്. ഇപ്പോൾ ഈ സ്ത്രീ സൗജന്യ പദ്ധതി അത് കൂടുതൽ വ്യാപിപ്പിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം തൽക്കാലത്തേക്ക് തുടങ്ങി വെക്കുന്നു സ്ത്രീകൾക്ക് ഈ ഒരു ചില ബസ്സുകളിൽ മാത്രം, ഓർഡിനറി ബസ്സുകളിൽ മാത്രമായി തുടങ്ങി വെച്ചെങ്കിലും പിന്നീട് അത് വ്യാപിപ്പിക്കാനുള്ളൊരു സാധ്യത, അത് മുഖ്യമന്ത്രി അടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ അതിനുള്ള സാധ്യതയും ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ രാഷ്ട്രീയമായ ഒരു താല്പര്യം മുൻനിർത്തി ആയിരിക്കാം ഇപ്പോൾ ഈ ഒരു പദ്ധതിയിൽ നിന്ന് അല്ലെങ്കിൽ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് CPM MLA മാർ ബഹിഷ്കരിക്കുന്നത് അല്ലെങ്കിൽ വിട്ടു നിൽക്കുന്നത് എന്നുള്ളത് ഒരു തെളിവ് തന്നെയാണ്. നമ്മള് ഇതിൽ ഒരു തരത്തിലുള്ള KST എംപ്ലോയീസ് സംഘം എന്ന് പറയുന്ന BMS സംഘടന ഇത്തരത്തിൽ ഈ നയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള രാഷ്ട്രീയമായ ഒരു നീക്കുപോക്കുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ വ്യത്യാസം ഇതിൽ കാണുന്നില്ല. അത് പ്രതിപക്ഷ MLA മാരുടെ അവരുടെ രാഷ്ട്രീയം, വലതുപക്ഷ MLA മാരുടെ അവരുടെ രാഷ്ട്രീയം. നമുക്ക് KST എംപ്ലോയീസ് സംഘിന്റെ അഭിപ്രായം KSRTC നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായി പ്രവർത്തിക്കുന്ന ഇത് ഇനിയും സർക്കാരിന്റെ എല്ലാ നയങ്ങൾക്കും ഒപ്പം പ്രവർത്തിക്കണമെങ്കിൽ KSRTCയെ സർക്കാർ ഡിപ്പാർട്ട്മെന്റ് ആക്കിക്കൊണ്ട് സർക്കാരിന്റെ ഭാഗമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം. ലാഭനഷ്ട കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കേണ്ട ഒരു സ്ഥാപനമല്ല KSRTC എന്ന ഉത്തമ ബോധ്യം സർക്കാരിനുണ്ടാകണമെന്ന് മാത്രമേ ഇത്തരുണത്തിൽ അപേക്ഷിക്കുവാനുള്ളൂ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.